ഇന്ന് രാവിലെ തന്നെ ഞാൻ എണീച്ച് വരുമ്പോൾ കേൾക്കുന്ന വാർത്ത ഗോവിന്ദചാമിനെ പറ്റിയിട്ടാ. മൂപ്പർ ജയിലിൽ അടി പോലും അനക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവിടെ 2 കൈയിൽ അനക്ക് മര്യാദയ്ക്ക് പുഷപ്പടിക്കാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെയായി നമുക്ക് ജയിലിൽ അടിപൊളി ഇതെല്ലാം കേട്ട മനുഷ്യന്റെ ഇല്ലും കൂടും പോയി. ഇതാണ് എന്റെ വീട്ടിലെ പേരക്ക മരം. രാവിലെ തന്നെ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിന്റെ ഒന്നും പൊട്ടിച്ച് തന്നു. എന്റെ വീട്ടിലെ പേരക്കായോണ്ട് പറയുന്നില്ല, വായിൽ വെക്കാൻ കൊള്ളൂ. മരത്തുമല്ലെല്ലാം ഇഷ്ടം പോലെ ഉണ്ടെന്നേ ഉള്ളൂ. ഏടിയില്ലാത്ത കായപ്പ എന്റെ വീട്ടിലെ പേരക്ക് രാവിലെ തന്നെ വെറുതെ വായു അടക്കായി. അപ്പൊ നിങ്ങൾ പറയും ഇന്നോടെ പച്ച പേരക്ക് ഞാൻ പറഞ്ഞ പഴുത്ത് നോക്കും. പഴുത്തത് ഇതാ അവസ്ഥ കണ്ട കാക്കക്ക് വരെ വേണ്ട. അങ്ങനെ നമ്മൾ പേരക്കെല്ലാം കണ്ട് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരു ചേച്ചി എന്തോ സാധനം വെക്കേണ്ടിട്ട് വീട്ടിലേക്ക് വന്നു. ഇപ്പൊന്നും വേണ്ടെന്നില്ല, സ്ഥിരം ഡയലോഗ് അടിച്ച് അമ്മ ട്രിക്ക് പരമായിട്ട് ആ പെണ്ണുങ്ങളെ പറഞ്ഞു. എല്ലാം പിന്നെ സ്വന്തം മോനായ ഞാൻ ചോദിച്ചിട്ട് വരെ 50 ഉറുപ്പിക ഇരുന്നില്ല. പിന്നെ രാവിലെ തന്നെ പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്നു. പെണ്ണുങ്ങളെ അമ്മ പോയി. പിന്നെ ഞാൻ എന്റെ കാപ്പി എടുത്തിട്ട് പറമ്പിലൂട്ട് അങ്ങ് നടക്കാൻ തുടങ്ങി. രാവിലെ തന്നെ സൂര്യനെ ഒടുക്കത്തെ ചൂട്. മഴയില്ലാത്തതുകൊണ്ട് സൂര്യൻ കുറച്ച് കൂടുന്നുണ്ട്. ഇതാണ് ഏറ്റവും വലിയ കോമഡി. ആകെ ഒരു പിലാവേ ഉള്ളൂ പറഞ്ഞു. അതിന്റെ അകത്തില്ല ചക്കയാണെങ്കിൽ അങ്ങ് കുതാൻ വരും. ആകെ ഒറ്റ ചക്കയുള്ളൂ. ആ ചക്ക നിലത്ത് കൊണ്ട് പൊട്ടിത്തെറിക്കുമെന്നല്ലാണ്ട് തിന്നാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് എന്റെ ബൈക്കിന്റെ ഇപ്പത്തെ അവസ്ഥ. ഈ നമുക്കാണ് ഇതെല്ലാം പണിയെടുത്ത് വെച്ച് മണ്ണ് കിടന്ന് ഉരുൾ നോക്ക് കുരുത്തം കണ്ട. ഇനി നേരെ പോയി കിടക്കേ കയറി കിടക്കും ചെയ്യാം നമുക്ക്. ഇവളാണ് എന്റെ വീട്ടിൽ ഏറ്റവും പാവം കുട്ടി. കടിച്ചോന്ന് പറഞ്ഞിട്ട് വായിൽ കൈയിട്ട് അവരെ കടിക്കൂല, അത്രക്കും പാവം. വെറലിങ്ങനെ നക്കിക്കൊണ്ടിരിക്കുകയോ കടിക്കാനൊന്നും അറിയില്ലാന്ന് തോന്നുന്നു പാവത്തിന്. അപ്പൊ ഓക്കെ ബൈ.